തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇവ മാറുന്നത് ട്രഷറി വഴിയാണ്. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, ഹെൽത്ത് ഗ്രാൻഡ്, അതുപോലെ ശുചിത്വ മിഷൻ ഗ്രാൻഡ് ഇങ്ങനെയുള്ള ഫണ്ടുകൾ PFMS പോർട്ടൽ വഴിയാണ് മാറേണ്ടത്. നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഫണ്ട് മാറാൻ ഗ്രാമസ്വരാജ് എന്നൊരു പോർട്ടലുണ്ട്. പേയ്മെൻറ്റ് പാർട്ട് PFMSലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഗ്രാമസ്വരാജ് പോർട്ടലിലാണ്. എന്നാൽ ശുചിത്വ മിഷൻ ഫണ്ട്, അതുപോലെ ഹെൽത്ത് ഗ്രാൻഡ് ഇവയുടെ പ്രൊജക്റ്റുകളുടെ പേയ്മെൻറ്റ് ഘട്ടത്തിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് PFMS പോർട്ടൽ വഴി നേരിട്ടാണ്. എങ്ങനെ PFMS പോർട്ടൽ വഴി പേയ്മെൻറ്റ് ചെയ്യാം എന്ന വീഡിയോയുടെ ആദ്യ ഭാഗം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പുറത്തിറക്കിയതാണ്. ആ വീഡിയോയിൽ എങ്ങനെ ഒരു വെണ്ടറെ അല്ലെങ്കിൽ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യാമെന്നും അതിന് അംഗീകാരം വാങ്ങാമെന്നും ആ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഹെൽത്ത് ഗ്രാൻഡ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്കെല്ലാം ലഭിച്ചിരിക്കുകയാണ്. എല്ലാവരും പദ്ധതി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പല PHSCകളിലും എമർജൻസി ആയിട്ട് പല സാധനങ്ങളും ഹെൽത്ത് ഗ്രാൻഡ് വെച്ച് വാങ്ങേണ്ടിയും വരും. അപ്പോൾ ആദ്യ വീഡിയോയിൽ ഒരു വെണ്ടറെ ആഡ് ചെയ്ത് അതിന് അംഗീകാരം വാങ്ങുന്നതാണ് കാണിച്ചത്. അതായത് എൻ്റെ ഓഫീസിൽ ശുചിത്വ മിഷൻ്റെ ഒരു ഫണ്ട് വന്നു, അതിന് ഒരു വെണ്ടർക്ക് ക്യാഷ് കൊടുക്കണം. അതിന് എന്തൊക്കെ നടപടികൾ ചെയ്തു എന്നാണ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. അതായത് അതിൻ്റെ ബേസായ കാര്യങ്ങൾ. ഇനി എങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യാം, അതാണ് ഈ രണ്ടാമത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ദയവായി വീഡിയോ ശ്രദ്ധിക്കുക. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി PFMS ലോഗിനിൽ ഡേറ്റ ഓപ്പറേറ്റർ ലോഗിനിൽ കയറി റൈറ്റ് സൈഡിലെ എക്സ്പെൻഡിച്ചർ മെനുവിൽ ആഡ് ന്യൂ സെലക്ട് ചെയ്തു. സ്കീം സെലക്ട് ചെയ്യുക. നമുക്ക് 4 ഇപ്പോൾ നിലവിൽ തദ്ദേശ സ്ഥാപനത്തിനുള്ള PFMS വഴി പേയ്മെൻറ്റ് ഇടുന്ന സ്കീമുകൾ അവിടെയുണ്ട്. 15th ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ, ഹെൽത്ത് ഗ്രാൻഡിൻ്റെ 3 സ്കീമുകൾ ഇത്രയും അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് തൽക്കാലം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാൻഡ്, അതായത് 2903 എന്ന ഹെഡിലെ പേയ്മെൻറ്റാണ്. അത് സെലക്ട് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് എപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ട് അവിടെ ലിസ്റ്റ് ചെയ്യും. എക്സ്പെൻഡിച്ചർ ഡൺ ഫോർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ വെണ്ടർ അല്ലെങ്കിൽ ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്യുക. നമ്മൾ വെണ്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, വെണ്ടറെ സെലക്ട് ചെയ്യുക. വെണ്ടറുടെ പേര് ആ ഒരു ഹൈപ്പർ ലിങ്കിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. കഴിയും ആഡ് ചെയ്ത് അപ്രൂവ് ലഭിച്ച എല്ലാ വെണ്ടർമാരും അവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ തൽക്കാലം ഒരു വെണ്ടർ മാത്രമേ അപ്രൂവ് ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്തു. ലെറ്റർ ഓർ ഓഫീസ് ഓർഡർ നമ്പർ, സാധാരണ സാങ്കേതികം കിട്ടുന്ന പ്രൊസീഡിങ്സിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു പ്രത്യേക പ്രൊസീഡിങ്സ് ആക്കിയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്ന നമ്പർ കൊടുത്താൽ മതി. അതുപോലെ അപ്ലോഡഡ് സാങ്ഷൻ ലെറ്റർ, സാങ്ഷൻ ഡേറ്റ്, ആ പ്രൊസീഡിങ്സിൻ്റെ ഡേറ്റ് തന്നെ കൊടുക്കുക. ആക്ച്വൽ ട്രാൻസാക്ഷൻ എന്നാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് അവിടെ കൊടുക്കുക. അതായത് റിക്കവറി ഉൾപ്പെടെ ഡിഡക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള എമൗണ്ട് അവിടെ നൽകണം. നരേഷൻ വ്യക്തമായി നൽകണം. പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നരേഷൻ നോക്കി നമുക്ക് പേയ്മെൻറ്റ് ഏത് പേയ്മെൻറ്റാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നിന്നുള്ള പേയ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ 91/2003 സോക്ക് പിറ്റിൻ PHSC മൈലപ്പുറം ആ ഒരു പ്രൊജക്റ്റിൽ നിന്നുള്ള പേയ്മെൻ്റ് ആയതുകൊണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ സ്കീം കമ്പോണൻറ്റ് എന്നൊരു മെനു ഉണ്ട്. സ്കീം കമ്പോണൻറ്റിൽ സ്കീം സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ നമുക്ക് ഈ സ്കീമിനകത്ത് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്കീമിൽ നിന്നാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. 100% പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. എമൗണ്ട് 29,339 രൂപ കൊടുത്തു. ആഡ് ചെയ്തു. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയുള്ള ഗ്രിഡിൽ ആ പേയ്മെൻറ്റിൻ്റെ ഭാഗം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അത് ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ആ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് നമുക്ക് വരും. അതായത് ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് അവിടെ വരും. ഇവിടെ എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി, ഡു യു വാണ്ട് ടു പ്രൊസീഡ് വിത്ത് പേ ഡീറ്റെയിൽ എന്നൊരു കൺഫർമേഷൻ മെസ്സേജ് വീണ്ടും ചോദിക്കും. അതിന് യെസ് നമ്മൾ നൽകണം. ഇതവിടെ യെസ് നൽകി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ഏത് രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് പ്രിൻ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് എന്ന രീതിയിലാണ് പേയ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. PFMSൽ കൂടുതൽ പേയ്മെൻറ്റുകളും പ്രിൻ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് ആയിരിക്കും.
ഞാനിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പിൽ നിന്നും അത് സെലക്ട് ചെയ്യണം, പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ്. പക്ഷേ ഇവിടെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കോംബോ ബോക്സിൽ ഒന്നും ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പലപ്പോഴും PFMSൻ്റെ ആദ്യത്തെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം എല്ലാ പഞ്ചായത്തുകൾക്കും വരാൻ സാധ്യതയുണ്ട്. അതായത് അഡ്മിൻ മെനുവിൽ നിന്ന് ആ പ്രിൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്, ആ പേയ്മെൻറ്റ് മെത്തേഡ് ഏതെന്ന് സെലക്ട് ചെയ്ത് നൽകിയെങ്കിൽ മാത്രമേ, മാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് സെലക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അഡ്മിൻ ലോഗിൽ നിന്നും ആദ്യം അത് മാപ്പ് ചെയ്ത് നൽകണം. അപ്പോൾ എങ്ങനെ അഡ്മിൻ ലോഗിൽ നിന്ന് ആ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് ഈ പേയ്മെൻറ്റിലേക്ക് മാപ്പ് ചെയ്ത് നൽകാമെന്നാണ് കാണിക്കുന്നത്. ഇത് ഒറ്റ തവണ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി അഡ്മിൻ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്തു. എല്ലാവർക്കും അറിയാം, അഡ്മിൻ ലോഗിൻ ഉണ്ടായിരിക്കും, ഡേറ്റ ഓപ്പറേറ്റർ ലോഗിൻ ഉണ്ടായിരിക്കും, ഡേറ്റ അപ്രൂവർ ലോഗിൻ. PFMSന് 3 ലോഗിന് ഏറ്റവും കുറഞ്ഞതുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അഡ്മിൻ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ബാങ്ക് മെനുവിൽ നിന്ന് ഒരു അക്കൗണ്ട് ആക്ടിവേഷൻ പേയ്മെൻറ്റ് എന്നൊരു സബ് മെനു ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തു. അക്കൗണ്ട് ആക്ടിവേഷൻ പേയ്മെൻറ്റ് ആ മെനു ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വരുന്ന ഇൻ്റർഫേസിൽ നിന്നും സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് സ്കീം കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ സ്കീമും അവിടെ ലിസ്റ്റ് ചെയ്യും. സ്കീമിൻ്റെ പേര് അല്ലെങ്കിൽ കോഡ് അറിയാമെങ്കിൽ അത് വെച്ച് സെലക്ട് ചെയ്യുക. സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ടിൻ്റെ കോഡ് 2903 ആയതുകൊണ്ട് ആ നമ്പർ വെച്ച് 2903 എന്ന നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ സ്കീം അവിടെ ലിസ്റ്റ് ചെയ്ത് തരും. സെർച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ആ സ്കീം ലിസ്റ്റ് ചെയ്യും. അത് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് നമ്പർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റാതെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ അക്കൗണ്ട് ആക്ടിവേഷൻ ടൈപ്പിൽ നിന്നും പേയ്മെൻറ്റ് യൂസിങ് പ്രിൻറ്റ് അഡ്വൈസ് എന്ന് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പ്ലീസ് സെലക്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ചെക്ക് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തു, വീണ്ടും സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ മെസ്സേജ് അവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ മെസ്സേജ് അവിടെ ചോദിക്കും. ഐ കൺഫേം ദാറ്റ് ദ കറണ്ട് അക്കൗണ്ട് ഹാസ് ബീൻ എനേബിൾഡ് എന്നുള്ളതിന് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. റെക്കോർഡ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ ഓപ്പറേറ്റർ ലോഗിനിൽ വീണ്ടും ലോഗിൻ ചെയ്യുകയാണ്. ഞാൻ വീണ്ടും ഡേറ്റ ഓപ്പറേറ്റർ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്തു. നേരത്തെ ആദ്യം ചെയ്ത പ്രോസസ്സ് അതുപോലെ തന്നെയാണ്. എക്സ്പെൻഡിച്ചർ ഭാഗത്ത് നിന്ന് നമ്മൾ മാനേജ് എക്സ്പെൻഡിച്ചർ സെലക്ട് ചെയ്തു, ഗ്രാൻഡ് സെലക്ട്, അതായത് സ്കീം സെലക്ട് ചെയ്തു, സ്വച്ഛ് ഭാരത് മിഷൻ സ്കീം സെലക്ട് ചെയ്തു. സെർച്ച് കൊടുക്കുമ്പോൾ ആ സ്കീമിലേക്ക് ആഡ് ചെയ്ത് വെച്ച എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യും. ആ ഗ്രിഡിൽ നിന്നും ആ എക്സ്പെൻഡിച്ചർ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെയുള്ളൊരു ഗ്രിഡിൽ പേയ് ഡീറ്റെയിൽ എന്നൊരു ഭാഗമുണ്ട്. പേയ് ഡീറ്റെയിൽ ഒന്ന് സെലക്ട് ചെയ്യുക. പേയ് ഡീറ്റെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ആരാണോ ആ ഒരു വെണ്ടർ, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ നമ്മൾ നേരത്തെ ചെയ്ത സ്ക്രീനിൻ്റെ ബാക്കിയായിട്ട് അവിടെ ലിസ്റ്റ് ചെയ്യും. ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ഇനി ആ ഭാഗം ഒന്ന് ആ ഒരു ഭാഗം കോംബോ ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓക്കെ പേയ്മെൻറ്റ് യൂസിങ് പ്രിൻറ്റ് അഡ്വൈസ് എന്നൊരു കോംബോ സെലക്ഷൻ അവിടെ ലഭിക്കും. അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. അതായത് പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് വഴിയാണ് ഇദ്ദേഹത്തിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് അർത്ഥം. ഡിഡക്ഷൻ ഡീറ്റെയിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നാണ്. നോ എന്ന റേഡിയോ ബട്ടൺ ആയിരിക്കും അവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. ഈ പേയ്മെൻറ്റ് ഒരു ഡിഡക്ഷനും ഇല്ലാത്തൊരു PFMS പേയ്മെൻ്റ് ആണ്. അതായത് ഡിഡക്ഷൻ ഉള്ള PFMS പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഡിഡക്ഷൻ ഇല്ലാത്ത PFMS പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഡിഡക്ഷൻ ഉള്ളത് ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ്, അത് മറ്റൊരു വീഡിയോയിൽ പറയും. ഇതിപ്പോൾ ഡിഡക്ഷൻ ഇല്ലാതെ സാധാരണ ഒരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് നോ എന്ന ആൻസർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും അവിടെ ഒരു മെസ്സേജ് വന്നു, പേയ് ഡീറ്റെയിൽ ഹാസ് ബീൻ കൺഫേംഡ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് വന്നു. സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കുക. സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്തപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഇപ്പോൾ അപ്രൂവറുടെ ലോഗിനിലേക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഇത് എക്സ്പെൻഡിച്ചർ അപ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്രൂവറുടെ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്തു. ഞാൻ അപ്രൂവ്ഡ് PFMS ലോഗിനിലേക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ഭാഗത്ത് നിന്ന് മാനേജ് എക്സ്പെൻഡിച്ചർ എടുത്ത് അവിടെ നിന്ന് സ്വച്ഛ് ഭാരത് മിഷൻ്റെ ആ ഗ്രാൻഡ് സ്കീം സെലക്ട് ചെയ്ത് സെർച്ച് കൊടുത്തപ്പോൾ ഡേറ്റ ഓപ്പറേറ്റർ അയച്ച ആ എക്സ്പെൻഡിച്ചർ പോർഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊന്ന് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്താൽ അപ്രൂവർക്കുള്ള ആകെ ജോലി അപ്രൂവ് ഓർ റിജക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തോ. അപ്രൂവർ ഓർ റിജക്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ പ്ലീസ് എൻ്റെ റിമാർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ എന്താ റിമാർക്ക് ഒന്ന് ഇവിടെ കൊടുക്കണം. അത് റിമാർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, ഈ പേയ്മെൻറ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആ റിമാർക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. അവിടെ എന്തിൻ്റെ പേയ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം അവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുത്തു സോക്പെറ്റിൻ PHSC. അതിനുശേഷം അക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി സേവ്ഡ് ഫോർ അപ്രൂവൽ നോക്കി ആ ഒരു
മെസ്സേജ് അവിടെ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് അതിന് തൊട്ട് താഴെയുള്ള പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് സെലക്ട് ചെയ്യുക. പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാങ്കിലേക്ക് കൊടുത്തു വിടാനുള്ള പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് അവിടെ പോപ്പപ്പ് ആവും. അതിന് മുമ്പ് തന്നെ ഒരു മെസ്സേജ് വരും, പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് ഈസ് വാലിഡ് അപ് ടു 10 days ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്രൂവൽ. അതായത് പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസിന് നമ്മൾ ആ എക്സ്പെൻഡിച്ചർ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് ജനറേറ്റ് ചെയ്ത് 10 ദിവസത്തേക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ പുതിയ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 10 ദിവസം മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് ഇനി പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് അവിടെ പോപ്പപ്പായി വന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. തുടർന്ന് ഒരു പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തതിന് ശേഷം തദ്ദേശ സ്ഥാപന സെക്രട്ടറി, അതിനകത്ത് ഡീറ്റെയിൽ എല്ലാം അതിനകത്തുണ്ട്, ആർക്കാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഒപ്പിട്ട് ബാങ്കിൽ നൽകിയാൽ 10 ദിവസത്തിനകത്ത് ബാങ്കിൽ നൽകിയാൽ ഈ പേയ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആരാണോ വെണ്ടർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇങ്ങനെയാണ് PFMS വഴി ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും തദ്ദേശ സ്ഥാപന സെക്രട്ടറി ആയിരിക്കും പേയ്മെൻറ്റ് അതോറിറ്റി. ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചത് ഡിഡക്ഷൻ ഒന്നും ഇല്ലാത്തൊരു പേയ്മെൻറ്റാണ്, സാധാരണ ഒരു പേയ്മെൻറ്റാണ്. ഹെൽത്ത് ഗ്രാൻറ്റിൻ്റെ പ്രൊജക്റ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ്. ആ സമയത്ത് മെഡിക്കൽ ഓഫീസർമാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നൊരു പോർഷൻ ആയിരിക്കും ഇത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.